മാഫിയുടെ കാരിയറാണ് അവിടെ അമ്മച്ചിയാ മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ എന്നാലൊരു പുകിലെന്ന് കാണാമല്ലോ. കിട്ടിയോ? അവിടെ അമ്മച്ചി അമ്മയ്ക്ക് പറയുന്നോടോ ആരായാലും എന്താണ് പന്നി പാപ്പന്റെ ഓടിക്കാ ഓട്ടം വെച്ചേക്കണ് ചെന്ന് ചോദിക്കേട്ടോ പോയി പൊട്ടിക്കാ ചേട്ടാ. എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. നിന്റെ തള്ളയ പോലെ തങ്കുന്റെ ജട്ടിയും കഴുകി തങ്കു കൊണ്ടുവരുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കിടന്നു കൊടുക്കുന്ന അലവലാതി തള്ളയല്ല. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്ക് വിളിച്ചത് രണ്ട് തലയാണോ? ഒരു തലയുള്ളൂ. അവളുടെ അമ്മൂമ്മയുടെ എനിക്കിവിടെ പെരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കറനെ പൊളിക്കും. മനസ്സിലായോടി? വിധവ തന്നെയാണ് അവരും. പക്ഷേ നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേ എന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളുമല്ല. ഈ പറയുന്ന രീതിയിൽ നീ എന്റെ ഉമ്മായെ പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറയുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ശരിയാണ് ഇതിങ്ങനെ പറയുന്നത്? ഇതല്ലേ നമ്മുടെ ഉമ്മായൊക്കെ എന്തിനാ വിളിക്കുന്നേ? ആ സമയത്ത് ഒരു മാസം റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. എത്ര ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും ചായയും പഞ്ഞും ചായയും കൊണ്ടുവന്ന് അണ്ണാക്കി കുത്തി തിരികെ റൂമും തുറന്നു കൊടുത്ത് മോളെയും കൂടെ റൂമിനകത്തേക്ക് തള്ളുന്ന അടുത്ത തള്ള നിന്റെ തള്ളയാണ്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ആ നാട്ടുകാർ മുഴുക്ക പറയുന്നു, എന്തിന് ആ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അച്ഛൻ പറയില്ല, CCTV എടുത്താൽ അറിയാം. വണ്ടികൾ വരുന്നു, 4 ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകുന്നു, വീണ്ടും വണ്ടി കയറുന്നു, പോകും. ദാഹിക്കുന്നുണ്ടല്ലേ? കുടിക്ക്. എങ്ങനെ ഇരിക്കണം? പോകുന്നു. ദാസം വരുന്നു, പ്രതീക്ഷ വരുന്നു, മറ്റവൻ വരുന്നു, വർച്ചവൻ വരുന്നു, എല്ലാം ടെലി ഫിലിമിനാണെന്ന് നാട്ടുകാരുടെ അടുത്ത് പറച്ചില്ല. രണ്ടും മല ചേരും, പക്ഷെ രണ്ടും മനസ്സിലായടോ. ഇനി മുതലാളി കയ്യും കെട്ടെങ്കിൽ ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. ആര്? അവര് തമ്മിൽ തീർത്താത്ത പറയട്ടെ, പറയുന്നത് തീർത്താത്ത പറഞ്ഞോണ്ടിരിക്കട്ടെ. സത്യമന ബിഷപ്പിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വേശ്യാലയം പണിത് അവൾക്ക് വേശ്യാവൃത്തി ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തത് ഈ ബിഷപ്പാണ്. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. എനിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാത്ത സാധനം വെച്ച് കെട്ടി നാട്ടുകാരെ കാണിച്ച് ഉണ്ടയും കാണിച്ച് വടയും കാണിച്ച് അപ്പവും കുലുക്കി കൊണ്ട് നടന്ന് നാട്ടുകാരെ ഊമ്പിക്കലല്ല എന്റെ പരിപാടി. നിന്നെ പോലെ മനസ്സിലായ എത്ര ആണുങ്ങളെടി നീ പറ്റിച്ചത്? നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നുമല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3 or 4 മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളതാണ്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. 4 കഷ്ണം കാലെ പിടിച്ച് ആൽക്കുന്നുണ്ടല്ലോ, വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. എന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു മനുഷ്യനെ എന്റെ കൂടെ ഇന്നവരാരും കണ്ടിട്ടില്ല. കാണാത്ത ഒരിടത്ത് നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ബാംഗ്ലൂരിൽ, അതായത് സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് ഇട്ടു. സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഷെഫീന കൊണ്ടുവരും ആ പയ്യൻ ഏതാന്ന് നിനക്ക് വയറ്റിലാക്കി തന്ന, നീ ആയിട്ട് മാനസികമായി തകർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ബാംഗ്ലൂരിൽ പോയി നീ മീറ്റ് ചെയ്ത ആ ചെറുക്കന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊണ്ട് ഞാൻ വരാം. വരും ദിവസങ്ങളിൽ നിന്റെ കള്ളമാപ്പളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിന്നെയും കത്തിക്കും ഞാൻ തീട്ടത്തില്. ചേട്ടാ ചവിട്ടി നാറി, നീ പറഞ്ഞോടെ നാട്ടിക്കണ്ട. ശരി ചേച്ചി. പാലങ്കേനാരാകാൻ വന്ന ഞാൻ ബാബു നമ്പൂതിരിയായി പോയല്ലോ. ശിവ